നമസ്കാരം. കൂട്ടക്ഷരങ്ങളുടെ അവധിക്കാല ലൈവ് ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആരും ഇതുവരെ എത്തിയില്ല. എല്ലാവരും എത്തിയിട്ട് നമുക്ക് തുടങ്ങാം. എത്തുന്നവർ ഒരു ഹായ് ഇടണേ കമൻറ്റിൽ. എന്നാലാണ് എനിക്ക് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നറിയാൻ പറ്റുള്ളൂ. ആരെങ്കിലും എത്തിയോ? ആരും എത്തിയില്ലേ? എത്തിയവർ കമന്റിൽ ഹായ് രേഖപ്പെടുത്തുക. ഹലോ, ആർക്കെങ്കിലും കാണാമോ? ആരും ഇതുവരെ എത്തിയില്ലേ? ആരും വന്നില്ല. ഞാൻ മാത്രമാണ് ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്. വന്നവർ കമന്റ് ചെയ്താൽ എനിക്ക് നിങ്ങൾ വന്നു എന്ന് മനസ്സിലാവും. ആരെങ്കിലും കാണുന്നുണ്ടോ? ഞാൻ കാത്തിരിക്കുകയാണ്. ഞായറാഴ്ചയായിട്ട് ഉച്ചയ്ക്ക് 12 മണിയായിട്ട് ആരും വന്നില്ല. ജയശ്രീ ജോൺ, മുർഷിദ പ്രവീൺ രണ്ടുപേർ വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ എവിടെ? പോയിന്റുകൾ വേണമെങ്കിൽ ആദ്യം മുതൽ തന്നെ ക്വിസിൽ പങ്കെടുക്കുക. ഞാൻ പറയുന്നത് കേൾക്കാലോ അല്ലേ? എനിക്ക് സ്ലോ കണക്ഷൻ കാണിക്കുന്നുണ്ട്. കുറച്ച് സമയം കൂടി ഞാൻ വെയിറ്റ് ചെയ്യാം. കുറച്ച് പേര് കൂടി വന്നിട്ട് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ഇന്നത്തെ വിഷയം സിനിമയാണ്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് കൂടുതൽ പേര് പങ്കെടുക്കുക. കൂടുതൽ പേര് ഈ ഒരു സമയം രസകരമായി വിനിയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ശ്രീദേവി നമ്പ്യാർ വന്നിട്ടുണ്ട്. ശ്രീദേവി കഴിഞ്ഞ വർഷത്തേക്ക് നമ്മുടെ സ്റ്റാർ പ്ലെയർ ആണ്. പോയിന്റുകൾ വാരിക്കോരി കൊണ്ടുപോകുന്ന ഒരാളാണ് ശ്രീദേവി. ഒരുപാട് സ്ഥിരം പ്ലെയേഴ്സ് നമുക്കുണ്ടായിരുന്നു നമ്മുടെ ലൈവ് ക്വിസിന്. കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ അവധിക്കാലത്ത് ലൈവ് ക്വിസ് നടത്തുന്നുണ്ട്. ഈ അവധിക്കാലത്ത് കുറച്ച് സമയം സിമ്പിളായ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കേൾക്കുന്നുണ്ട് എന്ന് മുർഷിദ പ്രവീൺ പറയുന്നു. അപ്പോ ഇന്നത്തെ വിഷയം സിനിമയാണെന്ന് ഞാൻ പറഞ്ഞു. സിനിമയിലെ ചില സംഭാഷണങ്ങളാണ് നമ്മുടെ വിഷയം. അപ്പോ ക്വിസിന്റെ നിയമം ഇത്രയേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ആദ്യം ഉത്തരം പറയുന്ന 3 പേർക്ക് ഓരോ പോയിന്റ് വീതം നൽകുന്നതായിരിക്കും. ഈ ആദ്യത്തെ 3 പേര് എന്ന് പറയുന്നത് എൻ്റെ സ്ക്രീനിൽ കാണിക്കുന്ന ഓർഡറിലായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണിക്കുന്ന ഓർഡർ വേറെ ആയിരിക്കും. അതിൻ്റെ പേരിലൊരു തർക്കം കമൻറ്റിൽ ഉണ്ടാകരുത്. എൻ്റെ സ്ക്രീനിൽ ഏത് ഓർഡറിലാണോ കാണിക്കുന്നത് ആ ഓർഡറിലുള്ള 3 പേർക്കായിരിക്കും ഓരോ പോയിന്റ് വീതം കിട്ടുന്നത്. ഉത്തരം എഡിറ്റ് ചെയ്യാൻ പാടുള്ളതല്ല. ഉത്തരത്തിലെ ചെറിയ സ്പെല്ലിംഗ് പ്രശ്നങ്ങളൊക്കെ ഞാൻ സ്വീകരിക്കും. രണ്ടാമത്തെ കാര്യം, ഒരു ഉത്തരമേ എടുക്കുള്ളൂ. അതായത് ആദ്യം പറയുന്ന ഉത്തരം മാത്രമേ എടുക്കുള്ളൂ. പിന്നീട് ശരി ഉത്തരം പറഞ്ഞാലും അത് എടുക്കില്ല. ആദ്യം ശരി ഉത്തരം പറയുന്ന 3 പേർക്കായിരിക്കും പോയിന്റ് കിട്ടുക. ഇനി എന്തെങ്കിലും നിയമം പറയാനുണ്ടോ? അത്രയൊക്കെ ഉള്ളൂ. അപ്പോ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, അതായത് ചോദ്യം ഇതാണ്. ഞാനൊരു മലയാള സിനിമയിലെ ഡയലോഗ് പറയും. അത് ഏത് സിനിമയാണ് എന്നുള്ളത് കണ്ടുപിടിച്ച് കമന്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ ആദ്യത്തെ ചോദ്യം സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഡയലോഗ് ഇതാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. ഓർമ്മിക്കാൻ വേണ്ടി ഞാനിപ്പോ ആർക്കും
ഒന്നും ചെയ്തു കൊടുക്കാറില്ല. വളരെ ഫേമസ് ആയ ഒരു സിനിമയിലെ ഡയലോഗാണ്. ഇങ്ങനെയാണ് ഡയലോഗ് പോകുന്നത്: മറക്കണം, കാരണം ഓർമ്മിക്കാൻ വേണ്ടി ഞാനിപ്പോ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കാറില്ല. ഇത് ഏത് സിനിമയിലെ ഡയലോഗാണെന്നുള്ളതാണ് ചോദ്യം. വേഗം ഉത്തരം പറയുക. ഉത്തരം കിട്ടിയില്ല. ക്ലൂ വേണോ? ഡയലോഗ് ഇതാണ്. സിനിമയുടെ പേരാണ് നിങ്ങൾ പറയേണ്ടത്. ഓർമ്മിക്കാൻ വേണ്ടി ഞാനിപ്പോ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കാറില്ല. വേഗം വേഗം ഉത്തരം പറയുക. ആദ്യം ഉത്തരം പറയുന്ന 3 പേർക്കാണ് ഓരോ പോയിന്റ് വീതം നൽകുന്നത്. ഡയലോഗ് ഇതാണ്: ഓർമ്മിക്കാൻ വേണ്ടി ഞാനിപ്പോ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കാറില്ല. ഉത്തരം പെട്ടെന്ന് വരട്ടെ. മൂവിയുടെ പേരാണ് പറയേണ്ടത്. 3 പേരെങ്കിലും ഉത്തരം പറഞ്ഞാൽ നമുക്ക് ഈ ചോദ്യം ക്ലോസ് ചെയ്യായിരുന്നു. സംഭാഷണം ഇതാണ്: മറക്കണം, ഓർമ്മിക്കാൻ വേണ്ടി ഞാനിപ്പോ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കാറില്ല. ഉത്തരം വന്നിട്ടുണ്ട്. പൊന്മുട്ടയിടുന്ന താറാവ് എന്ന ചിത്രത്തിലെ ഡയലോഗാണ് ഞാൻ പറഞ്ഞത്. ശ്രീനിവാസൻ ശാരിയോട് പറയുന്ന ഡയലോഗാണ് സിനിമയിൽ. മറക്കണം, ഓർമ്മിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കാറില്ല. അപ്പോ ഇന്നത്തെ പോയിന്റ് നേടിയിരിക്കുന്നത്, ഫസ്റ്റ് പോയിന്റ് നേടിയിരിക്കുന്നത് SRK അബു ആണ്. SRK അബുവിന് 1 പോയിന്റ്, ശ്രീദേവിക്ക് 1 പോയിന്റ്. മൂന്നാമത് ഉത്തരം പറഞ്ഞത് നിഷാദ് CM. നിഷാദ് CMനും 1 പോയിന്റ്. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം പൊന്മുട്ടയിടുന്ന താറാവ്. ഉത്തരം പറഞ്ഞ് ആദ്യത്തെ 3 പോയിന്റ് നേടിയത് SRK അബു, ശ്രീദേവി നമ്പ്യാർ, നിഷാദ് CM. വേറെയും പലരും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ശാന്തി സോപാനം ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഫായിസ് അങ്കില്ലത്ത് ഒരു ക്ലൂ തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം വന്നു കഴിഞ്ഞു. പൊന്മുട്ടയിടുന്ന താറാവ് എന്നുള്ളതാണ് ഉത്തരം. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? രണ്ടാമത്തെ ചോദ്യം സംഭാഷണം ഇതാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾ ഉദ്ദേശിച്ചു വന്ന പെൺകുട്ടി ഇവരല്ല അല്ലേ? നിങ്ങൾ ഉദ്ദേശിച്ചു വന്ന പെൺകുട്ടി ഇവരല്ല അല്ലേ? ഇത് ഏത് സിനിമയിലെ ഡയലോഗാണെന്നുള്ളതാണ് ചോദ്യം. ഡയലോഗ് ഇതാണ്: നിങ്ങൾ ഉദ്ദേശിച്ചു വന്ന പെൺകുട്ടി ഇവരല്ല അല്ലേ? ഇത് ഏത് സിനിമയിലെ ഡയലോഗാണ് എന്നുള്ളതാണ് ചോദ്യം. പെട്ടെന്ന് ഉത്തരം വരട്ടെ. ഇതൊക്കെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. പെട്ടെന്ന് വരട്ടെ ഉത്തരം. നിങ്ങൾ അന്വേഷിച്ചു വന്ന പെൺകുട്ടി ഇവരല്ല അല്ലേ എന്നുള്ളതാണ് ചോദ്യം. ഇതിനൊക്കെ ഉത്തരം പറയാത്ത 90s കിഡ്സ് ഉണ്ടാവും എന്നുള്ള സംശയമാണ്. എങ്കിലും നോക്കട്ടെ ആരൊക്കെയാണ് ഉത്തരം പറയുന്നത്. ഒരുപാട് പേര് ഉത്തരം പറയുന്നുണ്ടല്ലോ. എന്റെ ചോദ്യങ്ങൾ കാണാതായി. ഞാൻ ഒന്നുകൂടി ആ ഫയൽ തുറക്കട്ടെ. ഓക്കെ, ഒരുപാട് പേര് ഉത്തരം പറയുന്നുണ്ട്. ശരിയാണ് ഉത്തരം. ഇന്നലെ എന്നുള്ള ചിത്രത്തിൽ നിന്നുള്ള ഡയലോഗാണ് ഞാൻ പറഞ്ഞത്. ജയറാമിന്റെ കഥാപാത്രം സുരേഷ് ഗോപിയുടെ കഥാപാത്രത്തോട് പറയുന്നതാണ്, നിങ്ങൾ അന്വേഷിച്ചു വന്ന പെൺകുട്ടി ഇവരല്ല അല്ലേ എന്നുള്ളത്. ഇന്നലെ എന്നുള്ളതാണ് ഉത്തരം. ആദ്യ ഉത്തരം പറഞ്ഞത് SRK അബു ആണ്. എന്റെ ഫോണിൽ കാണുന്ന ഓർഡറിലായിരിക്കും ഞാൻ പോയിന്റ് എടുക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് ജയശ്രീ ജോൺ. ജയശ്രീ ഇതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിലാണ് ജയശ്രീക്ക് പോയിന്റ് എന്താ പറയാ പോയിന്റ് കൊടുക്കാതിരിക്കാൻ. അതായത് ജയശ്രീ ഉത്തരം പറഞ്ഞിരിക്കും. ഓക്കെ, അടുത്ത മൂന്നാമത്തേത് പറഞ്ഞത് ദീപ പെരുമാൾ. ഒരുപാട് പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നിഷാദ് CM, ഹരി പുല്ലൂർ. പറഞ്ഞ നടന്റെ പേര് പറഞ്ഞ ഹാഫ് പോയിന്റ് എനിക്ക് വേണമെന്ന് മുർഷിദ പർവീൻ. ഇല്ല, ഒരിക്കലുമില്ല.
മുഴുവൻ ഉത്തരം പറഞ്ഞാൽ മാത്രമേ പോയിന്റ് ഉള്ളൂ. ഇന്നലെ എന്ന് ഫായിസ് അങ്കില്ലത്ത് എന്നാണല്ലോ അല്ലെ? തെറ്റുണ്ടെങ്കിൽ മലയാളത്തിലൊന്ന് ടൈപ്പ് ചെയ്തിടണേ, ശരിക്കും പറയാം. അയ്യോ ഡിലേ എന്ന് ശ്രീദേവി നമ്പ്യാർ. എന്റെ ആണോ നിങ്ങളുടെ ആണോ പ്രശ്നം എനിക്ക് അറിയില്ല. ഇവിടെ കുറച്ച് കാറ്റും മഴക്കോളും ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണെന്ന് അറിയില്ല. മുർഷിദ പർവീൺ, ജയകൃഷ്ണൻ നായർ, ശാന്തി സോപാനം തുടങ്ങിയവരൊക്കെ ഉത്തരം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ അടുത്ത ചോദ്യം ചോദിക്കാം. ഈ ചോദ്യത്തിന് ഉത്തരം പോയിന്റ് കിട്ടിയത് SRK അബുവിന് ഒരു പോയിന്റ്, ജയശ്രീ ജോണിന് ഒരു പോയിന്റ്, ദീപ പെരുമാളിന് ഒരു പോയിന്റ്. ഓക്കെ, അടുത്ത ചോദ്യം. ഡയലോഗ് ഇതാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. പറ്റിക്കാനായിട്ടാണെങ്കിലും അങ്ങനെയൊന്നും പറയരുത് എന്ന് പറയണം സാറേ. പറ്റിക്കാനായിട്ടാണെങ്കിലും അങ്ങനെയൊന്നും പറയരുത് എന്ന് പറയണം സാറേ. അഞ്ചില്ലത്. ഓക്കെ, മനസ്സിലായി. നിങ്ങൾക്ക് എന്റെ കണക്ഷൻ സ്ലോ ആണോ? എന്റെ നെറ്റ് സ്ട്രോങ് ആണ്. എന്താ പ്രശ്നം മനസ്സിലാവുന്നില്ല. ചോദ്യം കേട്ടോ. പറ്റിക്കാനായിട്ടാണെങ്കിലും അങ്ങനെയൊന്നും പറയരുത് എന്ന് പറയണം സാറേ. ഇത് ഏത് സിനിമയിലെ ഡയലോഗാണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം പറഞ്ഞാൽ ആദ്യത്തെ 3 പേർക്ക് ഞാൻ ഓരോ പോയിന്റ് വീതം നൽകുന്നതായിരിക്കും. ഉത്തരം വരുന്നുണ്ട്. ആക്ഷൻ ഹീറോ ബിജു എന്നുള്ള നിവിൻ പോളി ചിത്രത്തിൽ നിന്നുള്ളതാണ് ഡയലോഗ്. ഈ ഡയലോഗ് പറഞ്ഞത് സുരാജ് വെഞ്ഞാറമൂട്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നേടിയിരിക്കുന്നത് ശ്രീദേവി നമ്പ്യാർ. ഈ ശ്രീദേവിയെ പൂട്ടിയിടണം എന്നുള്ള കംപ്ലൈന്റുമായി മറ്റ് പാർട്ടിസിപ്പൻസ് വരുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ശ്രീദേവി എപ്പോഴും പോയിന്റ് അടിച്ചുകൊണ്ട് പോകുന്ന ആളാണ്. അപ്പൊ എല്ലാവരും പെട്ടെന്ന് ഉത്തരം പറയുക. ഓക്കെ, രണ്ടാമത് ആക്ഷൻ ഹീറോ ബിജു പറഞ്ഞത് ദീപ പെരുമാൾ. ദീപയ്ക്കൊരു പോയിന്റ്. മൂന്നാമത് പറഞ്ഞത് നിഷാദ് CM. ഓക്കെ, ഹരി പുല്ലൂർ, ഫായിസ് അങ്കില്ലത്ത്, ശരിയല്ലേ പറഞ്ഞത്? ശാന്തി സോപാനം, ജയശ്രീ ജോൺ, മുർഷിദ പർവീൺ, സായൻ സാരംഗ്, നീനു സുബീഷ്, സദാനന്ദ് കുമാർ തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയരുതെന്ന് പറ സാറേ എന്ന് ശ്രീദേവി നമ്പ്യാർ പറയുന്നുണ്ട്. ശ്രീദേവി എല്ലാവരും സൂക്ഷിക്കുക. ശ്രീദേവി പെട്ടെന്ന് തന്നെ പോയിന്റ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ആക്ഷൻ ഹീറോ ബിജു എന്നുള്ളതായിരുന്നു. ശ്രീദേവി നമ്പ്യാർക്ക് ഒരു പോയിന്റ്, ദീപ പെരുമാളിന് ഒരു പോയിന്റ്, നിഷാദ് CMന് ഒരു പോയിന്റ്. ഈ കളിക്ക് ഞാനില്ല, കറക്റ്റ് സമയത്ത് കേൾക്കുന്നില്ല എന്ന്. എന്റെ കണക്ഷൻ ആണോന്ന് എനിക്ക് അറിയില്ല. പക്ഷെ കുറെ പേർക്ക് കിട്ടുന്നുണ്ടല്ലോ ചോദ്യം. ഇവിടെ ഇച്ചിരി കാറ്റും മഴയുടെ ഒക്കെ ഒരു കാലാവസ്ഥയാണ്, അതുകൊണ്ടാണോന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം. ഞാനല്ലേ ഫസ്റ്റ് എന്ന്. അബു എന്റെ സ്ക്രീനിൽ കാണിക്കുന്ന ഓർഡറിലാണ് ഞാൻ പോയിന്റ് കൊടുക്കുന്നത് കേട്ടോ. ഞാനിവിടെ ചോദ്യം കേട്ട് തീരുന്നതിന് മുമ്പ് 3 ഉത്തരങ്ങൾ അവിടെ വരുന്നുണ്ട്. ഫേസ്ബുക്കിന് ഡിലേ ഉണ്ടോന്ന് അറിയില്ല കേട്ടോ. എന്തായാലും എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള റിഫ്ലക്ഷൻ റേറ്റ് വെച്ച് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 4ാമത്തെ ചോദ്യം. ഓക്കെ, ഇതും വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. അപ്പോ വേഗം ഉത്തരം പറയുക. ചോദ്യം ഇതാണ്. ആനി മോനെ സ്നേഹിക്കുന്നത് പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാമോ? ആനി മോനെ സ്നേഹിക്കുന്നത് പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാമോ എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം കിട്ടിയോ? ചോദ്യം കൃത്യസമയത്ത് കിട്ടുന്നുണ്ടോ? ആനി മോനെ സ്നേഹിക്കുന്നത് പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാമോ എന്നുള്ളതാണ് ചോദ്യം. ഏത് സിനിമയിലെ ഡയലോഗാണ് എന്നുള്ളതാണ് ചോദ്യം. പെട്ടെന്ന് ഉത്തരം വരട്ടെ. ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യും, പക്ഷെ ഉത്തരം തന്നെ മാറ്റി എഡിറ്റ് ചെയ്യരുത്. മന്ദാര ചെപ്പുണ്ടോ പാട്ടിന്റെ സിനിമ. നീയല്ലേ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് സിനിമയിലെ ചോദ്യമാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ഉത്തരം പറയുന്നു. എന്നിട്ട് ചോദ്യത്തിന്റെ ഉത്തരം അല്ലാത്ത ഉത്തരമാണ് പറയുന്നത്. ഞാൻ ചോദിച്ച സിനിമയുടെ പേരാണ്.
സിനിമയുടെ പേര് ദശരഥം. ഉത്തരം അതാണ്. ആദ്യം ആരാ പറഞ്ഞു നോക്കട്ടെ. ആദ്യ ഉത്തരം പറഞ്ഞത് ആരാ അങ്ങനെ പറഞ്ഞത് നോക്കട്ടെ. ശ്രീദേവി നമ്പ്യാരാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ദശരഥം. SRK അബു രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് ദീപ പെരുമാൾ അല്ല, ജയശ്രീ ജോണിനാണ്. ഓക്കെ, ജയശ്രീ ജോണിന് ഒരു പോയിന്റ്. ദശരഥം എന്നുള്ളതാണ് ഉത്തരം. അപ്പോ ഒരുപാട് പേര് ഉത്തരം പറയുന്നുണ്ട്. നെറ്റ്വർക്കിൽ എന്തോ എറർ ഉണ്ടെന്ന് തോന്നുന്നു. ഉത്തരം അവിടെ കണ്ടതിന് ശേഷമാണ് ഇവിടെ ചോദ്യം കേൾക്കുന്നത്. എല്ലാവർക്കും അങ്ങനെയാണോ? ഫേസ്ബുക്കിന്റെ ലാഗാണോ നെറ്റ്വർക്കിന്റെ ലാഗാണോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ലാഗ് വരുന്നവരൊന്ന് ലൈവ് ഒന്ന് ക്വിറ്റ് ചെയ്ത ശേഷം ഒന്നുകൂടി ലൈവിലേക്ക് വരാവോ? ശ്രീദേവിയെ പിടിച്ച് പുറത്താക്കണമെന്ന് മുർഷിദ പർവീൻ. അങ്ങനെ പലതും പറയും മുർഷിദ പർവീൻ. അപ്പോൾ ദശരഥം എന്നുള്ള ഉത്തരം പറഞ്ഞതിന് ശ്രീദേവിക്കും SRK അബുവിനും ജയശ്രീ ജോണിനും ഓരോ പോയിന്റ്. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഇത് എളുപ്പമുള്ള ചോദ്യമാണ്. ഡയലോഗ് ഇതാണ്. ഞങ്ങൾ സൂക്ഷിച്ച് പൊക്കിക്കൊണ്ടു പോകുമായിരുന്നു. ഞങ്ങൾ സൂക്ഷിച്ച് പൊക്കിക്കൊണ്ടു പോകുമായിരുന്നു. ഇത് ഏത് സിനിമയിലെ ഡയലോഗാണെന്നുള്ളതാണ് ചോദ്യം. ഞങ്ങൾ സൂക്ഷിച്ച് പൊക്കിക്കൊണ്ടു പോവുകയായിരുന്നു. ഏത് സിനിമയിലെ ഡയലോഗാണിത്? ഞങ്ങൾ സൂക്ഷിച്ച് പൊക്കിക്കൊണ്ടു പോവുകയായിരുന്നു. പെട്ടെന്ന് ഉത്തരം വരട്ടെ. ഞങ്ങൾ സൂക്ഷിച്ച് പൊക്കിക്കൊണ്ടു പോവുകയായിരുന്നു. ഉത്തരം വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ് എന്ന സിനിമയിലെ ഡയലോഗാണ്. ജഗതി ശ്രീകുമാർ അവതരിപ്പിച്ച ലാസറളേപ്പൻ അല്ലെ, കഥാപാത്രത്തിന്റെ പേരതല്ലേ? ലാസറളേപ്പൻ പറയുന്നതാണ് ഞങ്ങൾ സൂക്ഷിച്ച് പൊക്കിക്കൊണ്ടു പോവുമായിരുന്നു. ഒരു പഴയ കാലത്ത് പെൻഡുലം ക്ലോക്ക്, എന്ത് പറയൂലേന്, അപ്പൂപ്പൻ ക്ലോക്ക് എന്നോ എന്തോ പറയും. ആ ക്ലോക്ക് താഴത്ത് വീണ് പൊട്ടുന്ന സമയത്ത് ജഗതി പറയുന്നതാണ് ഞങ്ങൾ സൂക്ഷിച്ച് പൊക്കിക്കൊണ്ടു പോവുകയായിരുന്നു. അപ്പൊ ഉത്തരം പറഞ്ഞിരിക്കുന്നത് വ്യാസ് രാജാണ്. ആദ്യം ഉത്തരം പറഞ്ഞത് വ്യാസ് രാജിന് ഒരു പോയിന്റ്. രണ്ടാമത് ഉത്തരം പറഞ്ഞത് നിഷാദ് CM. നിഷാദ് CMന് ഒരു പോയിന്റ്. ജയശ്രീ ജോൺ മൂന്നാമത് ഉത്തരം പറഞ്ഞു. ജയശ്രീ ജോണിന് ഒരു പോയിന്റ്. SRK അബു, ഫായിസ്, നീനു സുബീഷ്, രാജേന്ദ്രൻ നെടയമ്മൽ, അജയൻ OA, വിജില സിജു, സുമ ബിബിൻ, സായൻ സാരംഗ്, സലീന സൈഫ് തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വേറെ ചില ആൾക്കാർ മിഥുനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദീപ പെരുമാൾ, ശ്രീദേവി നമ്പ്യാരൊക്കെ മിഥുനം അല്ല, ഫ്രണ്ട്സിലെ ഡയലോഗാണിത് കേട്ടോ. അപ്പോ പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് ഇനിയിപ്പോ പുറത്തിറങ്ങണ്ട. ശ്രീദേവി നമ്പ്യാർ. ശ്രീനിവാസനും മിഥുനത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് അതെനിക്കറിയില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഫ്രണ്ട്സിലെ ഡയലോഗാണ്. അപ്പോൾ ക്വിസ് മാസ്റ്റർ ആരാണോ അവരുടെ തീരുമാനം അന്തിമമായിരിക്കും എന്ന് ഞാൻ ആദ്യം തന്നെ ഒരു നിയമം പറയണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഉദ്ദേശിച്ചത് ഫ്രണ്ട്സിലെ ഡയലോഗാണ്. ഓക്കെ, അപ്പോ അഞ്ചാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് വ്യാസ് രാജ്, നിഷാദ് CM, ജയശ്രീ ജോൺ ഇവർക്കാണ് ഓരോ പോയിന്റ്. എന്നാ അടുത്ത ചോദ്യം കുറച്ച് നീളമുള്ള ഡയലോഗാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. വഴിയിൽ വെച്ച് മഴയത്ത് എന്റെ കുടക്കീഴിലേക്ക് ഓടിക്കേറിയ ഒരാളാ താൻ. മഴ തീർന്നപ്പോ ഓക്കെ ബൈ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് ഒറ്റ പോക്ക അല്ലേടോ. ഇത് ഏത് സിനിമയിലെ ഡയലോഗാണെന്നുള്ളതാണ് ചോദ്യം. ഒന്നുകൂടി പറയാം. വഴിയിൽ വെച്ച് മഴയത്ത് എന്റെ കുടക്കീഴിലേക്ക് ഓടിക്കയറിയ ഒരാളാ താൻ. മഴ തീർന്നപ്പോ ഓക്കെ ബൈ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് ഒറ്റ പോക്ക അല്ലേടോ. ഇത് ഏത് സിനിമയിലെ ഡയലോഗാണെന്നുള്ളതാണ് ചോദ്യം. വേഗോത്തരം പറയുക. ഡയലോഗ് ഇതാണ്. വഴിയിൽ വെച്ച് മഴയത്ത് എന്റെ കുടക്കീഴിലേക്ക് ഓടിക്കയറിയ ഒരാളാ താൻ.
മഴ തീർന്നപ്പോ ഓക്കെ ബൈ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് ഒറ്റ പോക്കല്ലേടോ. ഉത്തരം വരുന്നുണ്ട്. വെട്ടം എന്ന ചിത്രത്തിലെ ഡയലോഗാണിത്. അപ്പോൾ ആദ്യ ഉത്തരം പറഞ്ഞത് ആദ്യ ഉത്തരം പറഞ്ഞത് വ്യാസ്രാജാണ് ആദ്യ ഉത്തരം പറഞ്ഞത്. രണ്ടാമത് ആരാണ് ഉത്തരം പറഞ്ഞത് നോക്കട്ടെ. ഈ ഫേസ്ബുക്കിന്റെ ഓടിക്കൊണ്ടിരിക്കുന്ന കമന്റ് ബോക്സ് വെച്ചാണ് ഞാൻ പണിയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. വ്യാസ്രാജ് കഴിഞ്ഞ ആരാണ്? രാജേന്ദ്രൻ ഇടയമ്മൽ അല്ലേ? ജയശ്രീ ഒന്ന് നോക്കണേ. രാജേന്ദ്രൻ ഇടയമ്മലാണ് എനിക്ക് രണ്ടാമത് കാണിക്കുന്നത്. നീനു സുബീഷ് വെട്ടെന്നാണ് ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. വെട്ട് നായിപ്പോയി. അപ്പൊ നീനു സുബീഷിനാണ് ഒരു പോയിന്റ്. വ്യാസ്രാജ്, രാജേന്ദ്രൻ ഇടയമ്മൽ, നീനു സുബീഷ്, വിമിത, ശ്രീദേവി നമ്പ്യാർ, SR K അബു, ഫായിസ്, നിഷാദ്, ജയശ്രീ, അജിത് രാജ്, വിജില സിജു, സദാനന്ദ് കുമാർ, ദീപ പെരുമാൾ, സുല്ലോ, സുമ വിപിൻ തുടങ്ങിയവരൊക്കെ വെട്ടെന്നുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വെട്ടം സന്തോഷ് കുമാർ K പറഞ്ഞിട്ടുണ്ട്. ലളിതകുമാരി വെട്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉത്തരത്തിൽ ആദ്യം പറഞ്ഞത് വ്യാസ്രാജും രാജേന്ദ്രനും നീനുവാണ് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ പോയിന്റ്. ഞാനുണ്ട് അതിനൊക്കെ മുന്നേ. ആദ്യം ഞാനൊന്നും ചെയ്യാൻ വഴിയില്ല. ശ്രീദേവി, ഒന്നാമത് ഈ കണക്ഷൻ സ്ലോ ആണോ ഫേസ്ബുക്കിന്റെ ലൈവ് സ്ലോ ആണോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ഞാൻ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ വെച്ചാണ് ചെയ്യുന്നത്. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം പറയട്ടെ. ഡയലോഗ്: എന്റെ കാലിന് കുഴപ്പമുള്ളത് നന്നായി അല്ലേ അമ്മേ? എന്റെ കാലിന് കുഴപ്പമുള്ളത് നന്നായി അല്ലേ അമ്മേ? ഏത് സിനിമയിലെ ഡയലോഗാണെന്നുള്ളതാണ് ചോദ്യം. എന്റെ കാലിന് കുഴപ്പമുള്ളത് നന്നായി അല്ലേ അമ്മേ എന്നുള്ളതാണ് ചോദ്യം. സിനിമയുടെ പേര് പറയുക. എന്റെ കാലിന് കുഴപ്പമുള്ളത് നന്നായി അല്ലേ അമ്മേ? ഉത്തരം പറയുക. എന്റെ കാലിന് കുഴപ്പമുള്ളത് നന്നായി അല്ലേ അമ്മേ എന്നുള്ളത് ഏത് സിനിമയിലെ ഡയലോഗാണെന്നുള്ളതാണ് ചോദ്യം. നമ്മളെ എല്ലാം കരയിപ്പിച്ചൊരു സിനിമയാണ്. ഉത്തരം വന്നിട്ടുണ്ട്. കേളി എന്നും ആകാശദൂത് എന്നും ഉത്തരം വന്നിട്ടുണ്ട്. ഉത്തരം ആകാശദൂതാണ്. ആദ്യം ഉത്തരം പറഞ്ഞത് നിഷാദ് CM ആണ്. നിഷാദ് CMന് ഒരു പോയിന്റ്. രണ്ടാമത് ഉത്തരം പറഞ്ഞത് വിമിതയ്ക്ക് ഒരു പോയിന്റ്. മൂന്നാമത് ആകാശദൂത് പറഞ്ഞ ജയശ്രീ ജോൺ. ഈ ഡയലോഗ് ആകാശദൂത് എന്ന സിനിമയിലാണ്. അതിൽ കാല് വയ്യാത്ത കുട്ടിയെ മാത്രം ആരും അഡോപ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ആ കുട്ടി അമ്മയോട് പറയുന്നതാണ് എന്റെ കാലിന് കുഴപ്പമുള്ളത് നന്നായി അല്ലേ അമ്മയെന്ന്. സുമ വിപിൻ, സജി R, സലീന സൈഫ്, ഗീത പങ്കജ്, ശ്രീദേവി നമ്പ്യാർ, വിജില സിജു, സദാനന്ദ് കുമാർ, നീനു സുബീഷ്, അജിത് രാജ്, ഫായിസ് തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. കേളി എന്ന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലെ ഡയലോഗ് അല്ല ഇത്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 8ാമത്തെ ചോദ്യമാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. ആരുമില്ലാത്ത ഒരു പാവം പട്ടാളക്കാരന് വേണ്ടി എല്ലാം വിട്ടെറിഞ്ഞു വന്ന രാജകുമാരിയോട് ഈ ജന്മത്തിൽ യാത്ര ചോദിക്കുന്നു. ആരുമില്ലാത്ത ഒരു പാവം പട്ടാളക്കാരന് വേണ്ടി എല്ലാം വിട്ടെറിഞ്ഞു വന്ന രാജകുമാരിയോട് ഈ ജന്മത്തിൽ യാത്ര ചോദിക്കുന്നു. സിനിമ എന്ന് റിക്വസ്റ്റ് ചെയ്ത് എന്റെ ഐഡിയ ആയിപ്പോയെന്ന് മുർഷിദ പർവീൻ. പലർക്കും ലാഗ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കുന്നു. അത് എന്താ ഇഷ്യൂ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. ചിലപ്പോൾ ഫേസ്ബുക്കിന്റെ പ്രശ്നമായിരിക്കാം. ചിലർക്ക് പക്ഷെ കൃത്യസമയത്ത് കിട്ടുന്നുണ്ട്. നമുക്ക് ഒന്നുകൂടി പറയട്ടെ ഡയലോഗ്. ആരുമില്ലാത്ത ഒരു പാവം പട്ടാളക്കാരന് വേണ്ടി എല്ലാം വിട്ടെറിഞ്ഞു വന്ന രാജകുമാരിയോട് ഈ ജന്മത്തിൽ യാത്ര ചോദിക്കുന്നു. മേഘം ഉദ്യാനപാലകൻ എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, കുറച്ചുകൂടി റീസെന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്.
കുറച്ചൊക്കെ റീസെന്റ് ആയിട്ടുള്ള സിനിമയാണ്. അതുമല്ല, അതൊരു ഡബ്ബിംഗ് മലയാള സിനിമയാണ്. ഒറിജിനൽ സിനിമ തെലുങ്ക് സിനിമയാണ്. അതിന്റെ മലയാളം ഡബ്ബിങ്ങിലാണ് ഈ ഡയലോഗ് ഉള്ളത്. ആരുമില്ലാത്ത ഒരു പാവം പട്ടാളക്കാരന് വേണ്ടി എല്ലാം വിട്ടെറിഞ്ഞു വന്ന രാജകുമാരിയോട് ഈ ജന്മത്തിൽ യാത്ര ചോദിക്കുന്നു. കുറച്ചുകൂടി ഇങ്ങോട്ട് ആലോചിക്കൂ. 2020 കഴിഞ്ഞുള്ള വർഷങ്ങളിൽ ആലോചിക്കൂ. ഒരു ക്ലൂ സിനിമയിൽ നിങ്ങൾ എന്നെ തല്ലു ഇങ്ങനെ ക്ലൂ പറഞ്ഞ. പട്ടാളക്കാരനുണ്ട്. പട്ടാളക്കാരനെ സ്നേഹിക്കുന്നത് ഒരു രാജകുമാരിയാണ്. ശരിക്കുമുള്ളൊരു രാജകുമാരി, ഒരു പ്രിൻസസ്. ഡബ്ബിംഗ് സിനിമ ഞങ്ങളിവിടെ അനുവദിക്കില്ല എന്ന്. ശരി. ഉത്തരം വരുന്നുണ്ട്. ശ്രീദേവി നമ്പ്യാരാണ് ആദ്യ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. സീതാരാമം എന്ന ദുൽഖർ സൽമാൻ ചിത്രത്തിലെ ഡയലോഗാണ് പറഞ്ഞത്. ശ്രീദേവിക്ക് ഒരു പോയിന്റ്. അതിലെ പട്ടാളക്കാരൻ ദുൽഖർ സൽമാനും രാജകുമാരി, ഇവരുടെ പേരെന്തായിരുന്നു? മൃണാൾ അല്ലേ? രണ്ടാമത് ഉത്തരം പറഞ്ഞത് വിമിതയാണെന്ന് തോന്നുന്നു. വിമിത. വിമിതയും സീതാരാമം പറഞ്ഞിട്ടുണ്ട്, ഒരു പോയിന്റ്. മൂന്നാമതാരാ പറഞ്ഞത്? ഫായിസിന് ആദ്യമായിട്ടൊരു പോയിന്റ് അടിച്ചിട്ടുണ്ട്. സീതാരാമം ഉത്തരേൻ. ഓക്കെ. ശ്രീജിത്ത് വാര്യർ, സുമ വിപിൻ, ദീപ പെരുമാൾ, നീനു സുബീഷ്, ഷിജു ജോബു, വിജില സിജു, നിഷാദ് സിഎം തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സീതാരാമൻ തന്നെയാണ് ഉത്തരം. ഡയലോഗ് ഇതായിരുന്നു: ആരുമില്ലാത്തൊരു പാവം പട്ടാളക്കാരന് വേണ്ടി എല്ലാം വിട്ടെറിഞ്ഞു വന്ന രാജകുമാരിയോട് ഈ ജന്മത്തിൽ യാത്ര ചോദിക്കുന്ന സിനിമയുടെ ക്ലൈമാക്സ് ആണത് കേട്ടോ. സിനിമ കാണാത്തവർക്ക് ഞാൻ സ്പോയിലർ പറയാം. അതോടുകൂടി പാവം ദുൽഖർ സൽമാൻ മരിച്ചു പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ അടുത്ത ചോദ്യം മൃണാൾ താക്കൂർ. മൃണാൾ താക്കൂർ എന്നാണ് നായികയുടെ പേര്. എന്റെ മോനാണ് ഉത്തരം പറഞ്ഞതെന്ന് ഞാൻ മറന്നുപോയെന്ന് ശ്രീദേവി നമ്പർ. കണ്ടോ, മക്കളെ കൊണ്ടുള്ള ഉപകാരം ഇതൊക്കെ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമായിരിക്കും. കേൾക്കുക ഡയലോഗ്. ഞാൻ പോകുമ്പോ ആ വഴിയിലൊന്നും വന്ന് നിന്നേക്കരുത്. ഞാൻ പോകുമ്പോ ആ വഴിയിലൊന്നും വന്ന് നിന്നേക്കരുത്. ഏത് സിനിമയിലെ ഡയലോഗ്? ഇന്നെനിക്ക് ഒരു കാര്യം മനസ്സിലായി. സിനിമാ പേരുകൾ അറിയില്ല, ആരൊക്കെ പറഞ്ഞു എന്നറിയാം. മുർഷിദ പർവീൻ. അപ്പൊ ഞാൻ അടുത്ത പ്രാവശ്യം ചോദ്യം ആര് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോ മുർഷിദ പർവീൻ സിനിമയുടെ പേര് പറയും. അതല്ലേ നടക്കാൻ പോകുന്നത്. ഡയലോഗ് ഇതാണ്: ഞാൻ പോകുമ്പോ ആ വഴിയിലൊന്നും വന്ന് നിന്നേക്കരുത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു നടിയാണ്. എനിക്ക് തോന്നുന്നു ആകാശദൂതിനൊക്കെ ശേഷം ആളുകളെ വളരെയധികം കരയിപ്പിച്ചിട്ടുള്ള ഒരു സിനിമയായിരിക്കാം മനസ്സിനക്കരെ. ഉത്തരം വരുന്നുണ്ട്. മനസ്സിനക്കരെയാണ് സിനിമ. ആദ്യ ഉത്തരം പറഞ്ഞത് അജിത് രാജിന് ഒരു പോയിന്റ്. ഓക്കെ. രണ്ടാമത് പറഞ്ഞത് SRK അബുവിന് ഒരു പോയിന്റ്. മൂന്നാമത് പറഞ്ഞത് ശ്രീദേവി നമ്പ്യാർ. ഓക്കെ. അജിത് രാജ്, SRK അബു, ശ്രീദേവി നമ്പ്യാർ, ഇവർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഫായിസ്, വിജില സിജു, നീനു സുബീഷ്, സുമ വിപിൻ, ഷിജു ജോബു, ഗീത പങ്കജ് തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മനസ്സിനക്കരെ എന്ന സിനിമയിൽ ഷീലയുടെ കഥാപാത്രത്തോട് KPS ലളിതയുടെ കഥാപാത്രം പറയുന്ന ഡയലോഗാണത്. സലീന സൈഫും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്. ഡയലോഗ് കേൾക്കുക. ഞാൻ വളർത്തിക്കോളാം സാറേ അവനെ, സാറൊന്ന് പറയുമോ? ഞാൻ വളർത്തിക്കോളാം സാറേ അവനെ, സാറൊന്ന് പറയുമോ? ഏത് സിനിമയിലെ ഡയലോഗാണെന്നുള്ളതാണ് ചോദ്യം. ഞാൻ വളർത്തിക്കോളാം സാറേ അവനെ, സാറൊന്ന് പറയുമോ? ഏത് സിനിമയാണെന്നുള്ളതാണ് ചോദ്യം. ഞാൻ വളർത്തിക്കോളാം സാറേ അവനെ, സാറൊന്ന് പറയുമോ?
ഞാനിത് കൂടുതലും വേദനിപ്പിക്കുന്ന ഡയലോഗുകളാണ് എടുത്തിട്ട് വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. ഞാൻ വളർത്തിക്കൊള്ളാൻ സാറേ അവനെ, സാറൊന്ന് പറയുമോ എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം വന്നിട്ടുണ്ട്. കാഴ്ച എന്ന മമ്മൂട്ടി ചിത്രത്തിലെ ഡയലോഗാണത്. ശ്രീദേവി നമ്പ്യാരാണ് ഒന്നാമത്തെ പോയിന്റ് നേടിയിരിക്കുന്നത്. രണ്ടാമത് നീനു സുബീഷ് ആണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് നേടിയിരിക്കുന്നത് ഫായിസ് ആണ്. 3 പേർക്കും ഓരോ പോയിന്റ്. സുമ വിപിൻ, അജിത് രാജ്, ജയശ്രീ ജോൺ, വിമിത, ഗീത പങ്കജ്, നിഷാദ് CM തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. SRK അബു കാഴ്ച എന്നുള്ളതാണ് ഉത്തരം. പ്രിയ സുധി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പോയിന്റ് അറിയണോ? 10 ചോദ്യങ്ങൾ കഴിയുമ്പോ പോയിന്റ് ശ്രീദേവിക്ക് 6 പോയിന്റ്, SRK അബുവിന് 4 പോയിന്റ്, നിഷാദ് CMന് 4 പോയിന്റ്, ജയശ്രീക്ക് 4 പോയിന്റ്, ദീപ പെരുമാളിന് 2 പോയിന്റ്, വ്യാസ് രാജിന് 2 പോയിന്റ്, നീനു സുബീഷിന് 2 പോയിന്റ്, വിമിതയ്ക്ക് 2 പോയിന്റ്, രാജേന്ദ്രൻ 1 പോയിന്റ്, ഫായിസിന് 2 പോയിന്റ്. ഇത്രയും പേരാണ് നമ്മുടെ സ്കോർ ബോർഡിലുള്ളത്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ജിഷ രജോ, ഞാൻ വന്നേ ഉള്ളൂ, ക്യൂസൊക്കെ തുടങ്ങിയെന്ന്. അതൊക്കെ ശ്രദ്ധിച്ചു നോക്കണം, എന്നാലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 11ാമത്തെ ചോദ്യം. ഓക്കെ, 11ാമത്തെ ചോദ്യം ചെറിയ ഡയലോഗാണ്. ഏത് സിനിമയിലാണെന്ന് പറയണം. ഓക്കെ, കലങ്ങിയില്ല ഏത് സിനിമയിലെ ഡയലോഗാണെന്നുള്ളതാണ് ചോദ്യം. കലങ്ങിയില്ല. കുറച്ച് എളുപ്പം ചോദ്യങ്ങൾ ചോദിക്കാൻ. ഇതിനേക്കാൾ എളുപ്പമുള്ള ചോദ്യം ഞാൻ എങ്ങനെ ചോദിക്കും ഷിജു? കലങ്ങിയില്ല എന്നുള്ള ഡയലോഗ് ഏത് സിനിമയിലെയാണെന്നുള്ളതാണ് ചോദ്യം. ക്വിസ് തുടങ്ങി ഒരു ഉത്തരം പോലും പറയാൻ പറ്റിയില്ല മുർഷിദ പർവീൻ. ഭാഗ്യം വേണം, ഭാഗ്യം. കലങ്ങിയില്ല എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം വരുന്നുണ്ട്. ഇതൊക്കെ അറിയാത്തവരുണ്ടായില്ല. ജയശ്രീ ജോൺ ആദ്യം തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. യോദ്ധ. ഓക്കെ, യോദ്ധയിലെ ഡയലോഗാണ്. നല്ലോണം കലക്കി ഒരു ഗ്ലാസ് കൂടി എടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ജയശ്രീ ജോണിനാണ്. ജയശ്രീക്ക് 1 പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് വിമിതയ്ക്കാണ്. മൂന്നാമത്തെ പോയിന്റ് നീനു. ഓക്കെ, മുർഷിദ പർവീൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട് യോദ്ധ. ശ്രീദേവി നമ്പ്യാർ, ഷിജു ജോബു, SRK അബു, ശ്രീജിത്ത് വാര്യർ, ഫായിസ്, അജിത് രാജ്, സൗമ്യ വിപിൻ, നിഷാദ് CM, വിജില സിജു, കഥകളുടെ മാന്ത്രിക ലോകം, ഗീത പങ്കജ്, സദാനന്ദ് കുമാർ, പ്രിയ സുധി, നീനു സുബീഷ്. ഞാനാണ് ഫസ്റ്റ്. നീനു എന്റെ മൊബൈലിൽ എനിക്ക് കാണിക്കുന്ന ഓർഡറിലേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. പലർക്കും പല ഓർഡറിലായിരിക്കും കാണിക്കുക. അശോകന് ക്ഷീണമാവാം എന്ന് ശ്രീദേവി നമ്പ്യാർ പറയുന്നു. സലീന സൈഫ് ഇവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാമേ. 12ാമത്തെ ചോദ്യം. ബീഡിയുണ്ടോ സഖാവേ ഒരു തീപ്പെട്ടി എടുക്കാൻ? ഇലക്ഷൻ കഴിഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു. ബീഡിയുണ്ടോ സഖാവേ ഒരു തീപ്പെട്ടി എടുക്കാൻ ഏത് സിനിമയിലെ ഡയലോഗാണെന്നുള്ളതാണ് ചോദ്യം. ബീഡിയുണ്ടോ സഖാവേ ഒരു തീപ്പെട്ടി എടുക്കാൻ? വേഗം ഉത്തരം വരട്ടെ. ബീഡിയുണ്ടോ സഖാവേ ഒരു തീപ്പെട്ടി എടുക്കാൻ? ഉത്തരം വരുന്നുണ്ട്. ലാൽ സലാം എന്ന ചിത്രത്തിലെ ഡയലോഗാണത്. ജിഷ റജോ ആണ് ആദ്യം ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ജിഷയ്ക്ക് 1 പോയിന്റ്.
അടുത്ത ഉത്തരം പറഞ്ഞിരിക്കുന്നത് നീനു സുബീഷ്. നീനുവിനൊരു പോയിന്റ്, ജയശ്രീ ജോണിനൊരു പോയിന്റ്. ലാൽസലാം എന്ന ചിത്രത്തിലെ ഡയലോഗാണത്. ശ്രീദേവി നമ്പ്യാർ രക്തസാക്ഷികൾ സിന്ദാബാദ് അതിലും ഉണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. എന്നാലും ആദ്യം ലാൽസലാം ആയതുകൊണ്ട് ലാൽസലാമിനാണ് ഞാൻ കൊടുക്കുന്നത്. നിഷാദ് CM, ഫായിസ്, വിജില സിജു രക്തസാക്ഷികൾ സിന്ദാബാദ്, ലാൽസലാം എന്ന അജിത് രാജ്, ഗീത പങ്കജ് കിൽക്കം അല്ല, ഷിനി ബാബു ലാൽസലാം, ദീപ പെരുമാൾ ലാൽസലാം, ഷിജു ജോബു, രജിത ശേഖർ, സുനിൽ കിഴക്കൂട്ട് തുടങ്ങിയവരൊക്കെ ലാൽസലാം ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം അങ്ങ് ചോദിക്കാം. 13ാമത്തെ ചോദ്യമാണ്. ഇത് എളുപ്പമായിരിക്കും. മുർഷിദ പർവീണ് തീർച്ചയായിട്ടും ഇതിന് ഉത്തരം പറയാൻ പറ്റും. ശ്രദ്ധിച്ച് കേൾക്കുക. ഡയലോഗ് ഇതാണ്: തനിക്ക് പോകാൻ അനുവാദമില്ല. തനിക്ക് പോകാൻ അനുവാദമില്ല. ഏത് സിനിമയിലെ ഡയലോഗാണെന്നുള്ളതാണ് ചോദ്യം. മുർഷിദ പർവീൺ പെട്ടെന്ന് ഉത്തരം പറഞ്ഞേ. മുർഷിദ പർവീൺ ഇത് അറിയാം. തനിക്ക് പോകാൻ അനുവാദമില്ല ഏത് സിനിമയിലെ ഡയലോഗാണ്? ഉത്തരം വരുന്നുണ്ട്. തനിക്ക് പോകാൻ അനുവാദമില്ല ഏത് സിനിമയിലെ ഡയലോഗാണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ശരിയാണ്. ഭ്രമയുഗം എന്ന മമ്മൂട്ടി സിനിമയിലെ ഉത്തരമാണത്, ഡയലോഗാണത്. ജിഷ റജോയ്ക്ക് ഒരു പോയിന്റ്, ശ്രീദേവി നമ്പ്യാറിന് 2ാമത്തെ പോയിന്റ്, 3ാമത്തെ പോയിന്റ് നിഷാദ് CM. ഓക്കെ, ഫായിസ്, ഷിജു ജോബു, SRK അബു, അജിത് രാജ്, മുർഷിദ പർവീൺ മമ്മൂട്ടി എന്ന് പറഞ്ഞു. എന്താ ചെയ്യ എന്റെ മുർഷിദ പർവീൺ. വിജില സിജു പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മയുഗം, ഷീജ ഇബ്രാഹിം, കഥകളുടെ മാന്ത്രിക ലോകം, ബിനുജി വർഗീസ് തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മയുഗം എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, ദേവാസുരം ഒന്ന് ദീപ പെരുമാൾ. ആരെങ്കിലും ആ ദേവാസുരം പറഞ്ഞ ദീപ പെരുമാളിനെ ഒന്ന് കൈകാര്യം ചെയ്യേണ്ടതാണ്. കിലുക്കം എന്ന് ദീപ പെരുമാൾ. എനിക്ക് തോന്നുന്നു മുൻപുള്ള ചോദ്യങ്ങളുടെ വല്ല ഉത്തരം പറയുമായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത ഡയലോഗിലേക്ക് പോകാമേ. അടുത്ത ഡയലോഗും ശ്രദ്ധിച്ചു കേൾക്കണം. കുറച്ച് പഴയ സിനിമയാണ്. 9 കൊല്ലം 9 ദിവസം പോലെ പോകും, പക്ഷെ മറ്റൊരു കൂട്ട് ഈ ജീവിതത്തിൽ എനിക്കുണ്ടാവില്ല. 9 കൊല്ലം 9 ദിവസം പോലെ പോകും, പക്ഷെ മറ്റൊരു കൂട്ട് ഈ ജീവിതത്തിൽ എനിക്കുണ്ടാവില്ല. ഏത് സിനിമയിലെ ഡയലോഗാണെന്നുള്ളതാണ് ചോദ്യം. കുറച്ച് പഴയ സിനിമയാണ്. 9 കൊല്ലം 9 ദിവസം പോലെ പോകും, പക്ഷെ മറ്റൊരു കൂട്ട് ഈ ജീവിതത്തിൽ എനിക്കുണ്ടാവില്ല. ഉത്തരം വരുന്നുണ്ട്. കസ്തൂരിമാൻ എന്ന കുഞ്ചാക്കോ ബോബൻ മീര ജാസ്മിൻ സിനിമയിലെ ഡയലോഗാണത്. ആദ്യ ഉത്തരം പറഞ്ഞത് SRK അബു, 2ാം ഉത്തരം പറഞ്ഞത് ശ്രീദേവി, 3ാം ഉത്തരം പറഞ്ഞത് ആരാണ്? ജിഷ റിജോ. ഇപ്പൊ പോകുന്നു പറഞ്ഞ ജിഷയാണ് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കസ്തൂരിമാൻ എന്നുള്ളതാണ് ഉത്തരം. ജയശ്രീ ജോൺ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഫായിസ് പറഞ്ഞിട്ടുണ്ട്, സുനിൽ കിഴക്കൂട്ട്, അജിത് രാജ്, നിഷാദ് CM, നീനു സുബീഷ്, ഷീജ ഇബ്രാഹിം ഇവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. കസ്തൂരിമാൻ എന്ന ചിത്രത്തിലെ ഡയലോഗാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്തത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഏത് സിനിമയിലെ ഡയലോഗാണെന്നുള്ളതാണ് ചോദ്യം. പെട്ടെന്ന് ഉത്തരം പറയൂ. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ എന്നുള്ളതാണ് ചോദ്യം.
ഉത്തരം വരുന്നുണ്ട്. ചിത്രം എന്ന ചിത്രത്തിലെ ഡയലോഗാണത്. ജയശ്രീ ജോൺ ആണ് ആദ്യം ഉത്തരം പറയുന്നത്. ജയശ്രീക്ക് 1 പോയിന്റ്. രണ്ടാമത് ഉത്തരം പറഞ്ഞത് ജിഷ റജോ. ജിഷയ്ക്ക് 1 പോയിന്റ്. മൂന്നാമത് ഉത്തരം പറഞ്ഞത് വിജില സിജു. വിജില സിജുവിനും 1 പോയിന്റ്. ചിത്രം എന്ന മോഹൻലാൽ സിനിമയിൽ നിന്നുള്ള ഡയലോഗാണത്. നിങ്ങൾക്ക് ലാഗ് ഉണ്ടെങ്കിൽ ഒന്ന് ഇത് ക്ലോസ് ചെയ്ത ശേഷം വീണ്ടും ഫേസ്ബുക്ക് തുറന്നിട്ട് ഈ ലൈവ് എടുത്ത് നോക്കൂ. ചിലപ്പോൾ ലാഗ് മാറും. ഷീജ ഇബ്രാഹിം, സലീന സേഫ്, സുൽഫി, സുരേഷ് ബാബു KP, മോഹൻലാൽ ചിത്രമെന്ന് മുർഷിദ പർവീൻ. കഥകളുടെ മാന്ത്രിക ലോകം, നജ്മത്ത് അനസ് തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഷിജു ജോബു, ബിനു ജി വർഗീസ്, ഒരുപാട്, ഗീത പങ്കജ്, നീനു സുബീഷ്, അജിത് രാജ്, ഒരുപാട് പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുന്ന ചോദ്യം ഞാൻ ചോദിച്ചില്ലേ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. 16ാമത്തെ ചോദ്യമാണ്. ചോദിക്കട്ടെ. ഡയലോഗ് ഇതാണ്. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി വന്നു. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി വന്നു. ഏതാണ് സിനിമ? ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി വന്നു. ഏത് സിനിമയിലെ ഡയലോഗാണെന്നുള്ളതാണ് ചോദ്യം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി വന്നു. എന്നിട്ട് അതിഥിക്ക് എന്ത് സംഭവിച്ചു? ആ രഹസ്യം എന്നോടൊപ്പം മണ്ണിൽ ചേരും. അല്ലേ? അങ്ങനെയല്ലേ ഡയലോഗ്? ദൃശ്യം തന്നെയാണ് ഉത്തരം. അപ്പോൾ ആദ്യ ഉത്തരം പറഞ്ഞത് ജിഷ റജോ. ഓക്കെ. രണ്ടാമത് ഉത്തരം പറഞ്ഞത് SRK അബു. മൂന്നാമത് ഉത്തരം പറഞ്ഞത് ജയശ്രീ ജോൺ. ദൃശ്യം 1 കേട്ടോ. ദൃശ്യം 1 ഡയലോഗാണത്. ദൃശ്യം ഒരുപാട് പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ബിനു ജി വർഗീസ്, സുരേഷ് ബാബു, ഷീജ ഇബ്രാഹിം, സിനി ജേക്കബ്. 16ാമത്തെ ചോദ്യത്തിന് ഉത്തരം കാറ്റത്തെ കിളിക്കൂട് അല്ല, ഇത് ദൃശ്യത്തിലെ ഡയലോഗാണ് കേട്ടോ. സുമേഷ് മനകുളം തുടങ്ങിയവരൊക്കെ ഉത്തരം പറയുന്നുണ്ട്. ഷീജ ഇബ്രാഹിം ദൃശ്യം, നീനു സുബി, ഷിജു ജോബു, സിനി ജേക്കബ്, ദീപ പെരുമാൾ, എല്ലാവരും ഉത്തരം പറയുന്നുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ വളരെ താമസിച്ചാണ് കേൾക്കുന്നത്. ഫേസ്ബുക്ക് ലൈവിന് ചിലപ്പോൾ ലാഗ് ഉണ്ടാകാറുണ്ട്. നിങ്ങൾ ഫേസ്ബുക്ക് ഒന്ന് ക്ലോസ് ചെയ്ത ശേഷം വീണ്ടും ആ ലൈവിലേക്ക് വന്നു കഴിഞ്ഞാൽ ലാഗ് ചിലപ്പോൾ മാറും. അപ്പൊ അടുത്ത ചോദ്യം കേട്ടോ. ഇത് ഏത് സിനിമയിലെ ഡയലോഗാണെന്ന് പറയണേ. നിർത്തി അങ്ങ് അപമാനിക്കുവന്നേ. നിർത്തി അങ്ങ് അപമാനിക്കുവന്നേ. ഏത് സിനിമയിലെ ഡയലോഗാണെന്നുള്ളതാണ് ചോദ്യം. മൂന്നാമത് പറഞ്ഞത് ആരാണ് എന്ന് ഒന്നുകൂടെ നോക്കൂ. രജിത ശേഖർ. രജിത, എൻ്റെ സ്ക്രീനിൽ എനിക്ക് കാണുന്ന ഓർഡറിലാണ് ഞാൻ എടുക്കുന്നത്. പലർക്കും പല ഓർഡറിലായിരിക്കും കമന്റുകൾ കാണിക്കുക. അത് ഫേസ്ബുക്കിന്റെ ഒരു റിഫ്രഷിങ് വ്യത്യാസം കൊണ്ട് വരുന്നതാണ്. ചോദ്യം ഇതാണേ. നിർത്തി അങ്ങ് അപമാനിക്കുവാന്നേ. ഉത്തരം വരുന്നുണ്ട്. ജോജി എന്ന സിനിമയിലെ ഡയലോഗാണിത്. SRK അബു ആണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. 1 പോയിന്റ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ജിഷ റജോ. മൂന്നാമത് ഉത്തരം പറഞ്ഞത് ശ്രീദേവി നമ്പ്യാർ. ഓക്കെ. ജോജി എന്ന സിനിമയിലെ ഡയലോഗ് ആയിരുന്നത് ഫായിസ്, നീനു സുബീഷ്, മുർഷിദ പർവീൻ, ഷിജു ജോബു, വിജില സിജു കിലുക്കം പറയുന്നു അല്ല, രജിത ശേഖർ, ബിനു ജി വർഗീസ് തുടങ്ങിയവരൊക്കെ ഉത്തരം പറയുന്നുണ്ട്. ഷീജ ഇബ്രാഹിം, സലീന സൈഫ് കിലുക്കം പറയുന്നു അല്ല, ഇത് ജോജിയിലെ ഡയലോഗാണ്. നിർത്തി അങ്ങ് അപമാനിക്കുവാന്ന്
ഫഹദ് ഫാസിലിന്റെ ചേട്ടനായിട്ട് അഭിനയിച്ചിട്ടുള്ള കഥാപാത്രമാണ് ഇത് പറയുന്നത്. അപ്പൊ അടുത്ത ചോദ്യം 18ാമത്തെ ചോദ്യമാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. മറക്കാനോ? പഴയതൊക്കെ ഞാൻ മറക്കണോ? എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത്? മറക്കണോ? പഴയതൊക്കെ ഞാൻ മറക്കണോ? എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത്? ഏത് സിനിമയിലെ ഡയലോഗാണ്? കുറച്ച് പഴയ സിനിമയാണ്. ഉത്തരം പോരട്ടെ. എല്ലാവർക്കും അറിയാലോ, ഗോഡ് ഫാദർ എന്ന ചിത്രത്തിലെ ഡയലോഗാണത്. SRK അബു ആണ് ആദ്യം ഉത്തരം പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് മുർഷിദ പർവീൻ. ഒടുവിൽ ഇപ്പോഴാണ് ടെക്നിക്ക് പിടികിട്ടിയത്. മുർഷിദ പർവീൻ പറയുന്നു. ജിഷ റെജോ ആണ് മൂന്നാമത് ഉത്തരം പറഞ്ഞത്. ഓക്കെ, SRK അബു, മുർഷിദ പർവീൻ, ജിഷ റെജോ. രജിത ശേഖർ, ശ്രീദേവി നമ്പ്യാർ, ഫായിസ്, വിജില സിജു, ബിനുജി വർഗീസ്, ദീപ പെരുമാൾ, ഷിജു ജോബു, നീനു സുബീഷ്, ഷൈനി ബാബു, പിന്നെ ആരായിരുന്നു, സിനി ജേക്കബ്സ്, സുൽഫി, സലീന സേഫ്, ഷീജ ഇബ്രാഹിം, നിഷാദ് CM, സുമേഷ് K മണക്കുളം തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതിന്റെ ഉത്തരം പോയിന്റ് കിട്ടിയത് SRK അബു, മുർഷിദ പർവീൻ, ജിഷ റെജോ തുടങ്ങിയവർക്കാണ് ഓരോ പോയിന്റ് കിട്ടിയിരിക്കുന്നത്. 19ാമത്തെ ചോദ്യം റീസെന്റ് സിനിമയാണ്. ജസ്റ്റ് കിഡിങ്, ജസ്റ്റ് കിഡിങ് എന്നുള്ള ഡയലോഗ് ഏത് സിനിമയിലാണ്? ജസ്റ്റ് കിഡിങ്. അതിന് ഷോർട്ട് ഫോമിലും പറയും ആ സിനിമയിൽ. ജസ്റ്റ് കിഡിങ് എന്നുള്ള ഡയലോഗ് ഫേമസ് ആയത് ഏത് സിനിമയിലാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം വരുന്നുണ്ട്. പ്രേമലു എന്ന സിനിമയിലെ ഡയലോഗാണത്. SRK അബു ആണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഒരു പോയിന്റ്. ദീപ പെരുമാൾ ഒരു പോയിന്റ് നേടിയിട്ടുണ്ട്. രജിത ശേഖർ ഒരു പോയിന്റ് നേടിയിട്ടുണ്ട്. ജിഷ റെജോ, മുർഷിദ പർവീൻ, ഫായിസ്, ശ്രീദേവി, വിജില സിജു, ഷിജു ജോബു, ബിനുജി വർഗീസ്, സലീന സേഫ്, നീനു സുബീഷ്, സുൽഫി തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പ്രേമലു എന്ന സിനിമയിലെ ഡയലോഗാണത്. 20ാമത്തെ ചോദ്യം. ഡയലോഗ് ശ്രദ്ധിച്ചു കേൾക്കുക. പണി വരുന്നുണ്ട് അവറാച്ച ഏത് സിനിമയിലെ ഡയലോഗാണെന്നുള്ളതാണ് ചോദ്യം. പണി വരുന്നുണ്ട് അവറാച്ച, പണി വരുന്നുണ്ട് അവറാച്ച ഏത് സിനിമയിലെ ഡയലോഗാണ്? പെട്ടെന്ന് ഉത്തരം വരട്ടെ. പണി വരുന്നുണ്ട് അവറാച്ച ഏത് സിനിമയിലെ ഡയലോഗാണ്? കിട്ടുന്നില്ല. ഉത്തരം കിട്ടുന്നില്ല എന്നാണോ, ലൈവ് കിട്ടുന്നില്ല എന്നാണോ? മുർഷിദ പർവീന് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ഒന്ന് മുർഷിദ പർവീനെ ശ്രദ്ധിക്കണം. പണി വരുന്നുണ്ട് അവറാച്ച ഏത് സിനിമയിലെ ഡയലോഗാണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം വരുന്നുണ്ട്. ട്രാൻസ് എന്ന ഫഹദ് ഫാസിൽ സിനിമയിലെ ഡയലോഗാണത്. പണി വരുന്നുണ്ട് അവറാച്ച. ബിനുജി വർഗീസാണ് ആദ്യ ഉത്തരം ശരിക്കും എഴുതിയിരിക്കുന്നത്. ബിനുവിനൊരു പോയിന്റ്. രണ്ടാമത് മുർഷിദ പർവീൻ 2 പോയിന്റ് നേടിയിരിക്കുന്നു. SRK അബു ട്രാൻസ് എന്ന സിനിമയിൽ
ഫഹദ് ഫാസിലിന്റെ കഥാപാത്രം ദിലീഷ് പോത്തന്റെ കഥാപാത്രത്തിനോട് പറയുന്ന ഡയലോഗാണ്. പണി വരുന്നുണ്ട് അവറാച്ച. ഫ്രാൻസ് എന്ന് എല്ലാവരും ടൈപ്പ് ചെയ്ത് ട്രാൻസ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ ട്രാൻസ് ആണ് ഉത്തരം. ഒരുപാട് പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ശ്രീദേവി നമ്പ്യാർ, നിഷാദ് CM, ഫായിസ്, ഷിജു ജോബു തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? 21ാമത്തെ ചോദ്യമാണ്. ഇതും കുറച്ച് പുതിയ സിനിമ തന്നെയാണ്. പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റും. എന്റെ ട്രാൻസ് കാണുന്നില്ലേന്ന്? ഇല്ല ജിഷയുടെ ട്രാൻസ് കാണുന്നില്ല. അടുത്ത ചോദ്യം, ശ്രദ്ധിക്കുന്നുണ്ട് അണ്ണ ഏത് സിനിമയിലെ ഡയലോഗാണ്? ശ്രദ്ധിക്കുന്നുണ്ട് അണ്ണ ഏത് സിനിമയിലെ ഡയലോഗാണ്? എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉത്തരമായിരിക്കും. ശ്രദ്ധിക്കുന്നുണ്ട് അണ്ണ ഏത് സിനിമയിലെ ഡയലോഗാണ്? ഉത്തരം വരുന്നുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്മാനെ, ശ്രദ്ധിക്കുന്നുണ്ട് അണ്ണ എന്ന് പറഞ്ഞത് ആവേശം എന്ന സിനിമയിലെ ഡയലോഗാണ്. ആദ്യം ഉത്തരം പറഞ്ഞത് നീതു VR. ഓക്കെ, നീതു VR ഒരു പോയിന്റ്. രണ്ടാമത് ഉത്തരം പറഞ്ഞിരിക്കുന്നത് വിജില സിജുവിന് ഒരു പോയിന്റ്. ജിഷ റെജോയാണ് മൂന്നാമത് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ജിഷയ്ക്ക് ഒരു പോയിന്റ്. ആവേശം എന്ന സിനിമയിലെ ഡയലോഗാണ് പറഞ്ഞത്. ശ്രീദേവി നമ്പ്യാർ, SRK അബു, ഫായിസ്, ജയശ്രീ ജോൺ, നിഷാദ് CM, നീനു സുബീഷ്, രജിത ശേഖർ, മുർഷിദ പർവീൻ തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ബിന്നുജി വർഗീസ് ട്രാൻസ് പഴയ ഉത്തരമാണ് തോന്നുന്നത്. സലീന സേഫ്, SRK അബു തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ശ്രീദേവി നമ്പ്യാർ പറഞ്ഞിട്ടുണ്ട് ആവേശം. ആദ്യം പറഞ്ഞത് നീതു VR, വിജില സിജു, ജിഷ റെജോ. ഓക്കെ, ഇനി 22ാമത്തെ ചോദ്യമാണ്. ഇനി കുറച്ച് എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. ഞാനല്ലേ സെക്കൻഡ് എന്ന് ചോദിക്കുന്നു. എനിക്ക് എൻ്റെ സ്ക്രീനിൽ കാണുന്ന ഓർഡറിലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനോട് സഹകരിക്കുക എല്ലാവരും. അടുത്ത ചോദ്യം, ഉപദേശം കൊള്ളാം വർമ്മ സാറേ ഏത് സിനിമയിലെ ഡയലോഗാണെന്നുള്ളതാണ് ചോദ്യം. ഒക്കെ ഇപ്പൊ നിങ്ങൾ ഉത്തരം പറയുന്ന എനിക്കറിയാം. അവസാനത്തേക്ക് ഞാൻ കുറച്ച് എളുപ്പമുള്ള ചോദ്യങ്ങൾ എടുത്തു വെച്ചതാണ്. ഉപദേശം കൊള്ളാം വർമ്മ സാറേ ഏത് സിനിമയിലെ ഡയലോഗാണെന്നുള്ളതാണ് ചോദ്യം. ഉപദേശം കൊള്ളാം വർമ്മ സാറേ ഏത് സിനിമയിലെ ഡയലോഗാണ്? ഉത്തരം വരുന്നുണ്ട്. ലൂസിഫർ എന്നുള്ള സിനിമയിലെ ഡയലോഗാണത്. അപ്പൊ ആദ്യം ഉത്തരം പറഞ്ഞിരിക്കുന്നത് ജയശ്രീ ജോൺ ആണ്. ജയശ്രീക്ക് ഒരു പോയിന്റ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ജിഷ റെജോ. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് നിഷാദ് CM. നിങ്ങളാണ് ആദ്യം പറഞ്ഞത് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാക്കാം. പക്ഷെ എനിക്കിവിടെ കാണിക്കുന്ന ഓർഡറിൽ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. വിജില സിജു, ഫായിസ്, ശ്രീദേവി, SRK അബു, മുർഷിദ പർവീൻ, ഷിജു ജോബു, നീനു സുബീഷ്, ആത്മാവ്, നീതു VR, ബിനുജി വർഗീസ് ഒക്കെ ലൂസിഫർ എന്നുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇനി 23ാമത്തെ ചോദ്യമാണ്. ചോദിക്കട്ടെ. എങ്കിലേ എന്നോട് പറ ഐ ലവ് യൂന്ന്. എങ്കിലേ എന്നോട് പറ ഐ ലവ് യൂന്ന് ഏത് സിനിമയിലെ ഡയലോഗാണ്? അപ്പോഴല്ല, എങ്കിലേ എന്നോട് പറ ഐ ലവ് യൂന്ന്. ഉത്തരം വന്നോ നോക്കട്ടെ. ഉത്തരം വന്നിട്ടുണ്ട്. വന്ദനം എന്ന മോഹൻലാൽ ചിത്രത്തിലെ ഡയലോഗാണത്. ആദ്യ ഉത്തരം പറഞ്ഞിരിക്കുന്നത് നീതു VR ആണ്.
നീതു വി ആറിന് 1 പോയിന്റ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ജയശ്രീ. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ശ്രീദേവി നമ്പ്യാർ. അപ്പോൾ അടുത്ത ചോദ്യം, ഒരുപാട് പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വിജില സിജു, നിഷാദ് സി എം, ജിഷ രജു, ഫായിസ്. ആത്മാവ് പറയുന്നു തൂവാന തുമ്പികൾ അല്ല. SRK അബു, ഷിജു ജോബു, ആത്മാവ് തിരുത്തിയിട്ടുണ്ട്. വന്ദനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ലിസി സിബി പറയുന്നു കാക്കക്കുയിൽ അല്ല കേട്ടോ, വന്ദനം എന്ന സിനിമയിലെ ഡയലോഗാണത്. മുർഷിദ പർവീൻ, വന്ദനം. അപ്പൊ നമ്മുടെ 24ാമത്തെ ചോദ്യം, ഡയലോഗ് ഇതാണ്. ഇപ്പൊ ശരിയാക്കി തരാം എന്നുള്ള ഡയലോഗ് ഏത് സിനിമയിലാണ്? ഇപ്പൊ ശരിയാക്കി തരാം എന്നുള്ള ഡയലോഗ് ഏത് സിനിമയിലാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതൊക്കെ ചാടി ഉത്തരം വരേണ്ട ചോദ്യങ്ങളാണല്ലോ. എന്താണ് നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഉത്തരം പറയാത്തത്? ഇപ്പൊ ശരിയാക്കി തരാം എന്നുള്ള ഡയലോഗ് ഏത് സിനിമയിലാണ്? വെള്ളാനകളുടെ നാട് എന്നുള്ളതാണ് ഉത്തരം. ആദ്യ ഉത്തരം പറഞ്ഞത് ജയശ്രീ ജോൺ. രണ്ടാമത് ഉത്തരം പറഞ്ഞത് വിജില സിജു. മൂന്നാമത് ഉത്തരം പറഞ്ഞത് നീതു വി ആർ. വെള്ളാനകളുടെ നാട് എന്ന സിനിമയിൽ കുതിരവട്ടം പപ്പു പറയുന്ന ഡയലോഗാണ്. ഒരു റോഡ് റോളർ നേരാക്കാൻ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറയും. ജിഷ രജു, നിഷാദ് സി എം, ഫായിസ്, നീനു സുബീഷ്, ഷിജു ജോബു, SRK അബു തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വെള്ളാനകളുടെ നാട് എന്നുള്ളതാണ് ചോദ്യം. 25ാമത്തെ ചോദ്യം. അതോടുകൂടി നമുക്ക് ഈ ഇന്നത്തെ ചോദ്യങ്ങൾ അവസാനിപ്പിക്കാം. ഡയലോഗ് ഇതാണ്. ഒരു ചെറിയ വിശേഷം, എൻ്റെ അമ്മ മരിച്ചുപോയി. ഒരു ചെറിയ വിശേഷം, എൻ്റെ അമ്മ മരിച്ചുപോയി. ഏത് സിനിമയിലെ ഡയലോഗാണിത്? അവസാനത്തെ ചോദ്യമാണ്. ഒരു ചെറിയ വിശേഷം, എൻ്റെ അമ്മ മരിച്ചുപോയി. ഒരു ചെറിയ വിശേഷം, എൻ്റെ അമ്മ മരിച്ചുപോയി. ഏത് സിനിമയിലെ ഡയലോഗാണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം വരുന്നുണ്ട്. നാടോടിക്കാറ്റ് എന്നുള്ളതാണ് ഉത്തരം. ജയശ്രീ ജോണാണ് ആദ്യ ഉത്തരം പറഞ്ഞത്. രണ്ടാമത് ഉത്തരം പറഞ്ഞത് നീനു സുബീഷ് അല്ലേ? അല്ല, രണ്ടാമത് ഉത്തരം പറഞ്ഞത് മുർഷിദ പർവീൻ. മൂന്നാമത് പറഞ്ഞത് നീനു സുബീഷ്. ഓക്കെ, അപ്പോൾ 25 ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുന്നു. ആത്മാവ്, അജയ് നോയെ, ഷിജു ജോബു, ഫായിസ്, വിജില സിജു, SRK അബു ഒക്കെ ഉത്തരം പറയുന്നുണ്ട്. ശ്രീദേവി നമ്പ്യാർ പറഞ്ഞു യാത്രക്കാർ ശ്രദ്ധയ്ക്ക്. അതിനകത്ത് അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ടോ? ഓർക്കുന്നില്ല കേട്ടോ. ഇത് നാടോടിക്കാറ്റിലെ ഡയലോഗാണ്. അപ്പം ഞാൻ പോയിന്റ് ഒന്ന് കണക്കാക്കട്ടെ. അതുവരേക്കും നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഡയലോഗ് ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കൂ. പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് അതിന് റിപ്ലൈ ആയിട്ട് ഉത്തരം പറയാം. അതിന് പോയിന്റ് കിട്ടുന്നതല്ല, പക്ഷെ ഞാൻ പോയിന്റ് കണക്ക് കൂട്ടുമ്പോഴേക്കും നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ നിങ്ങൾക്കറിയുന്ന ചോദ്യങ്ങൾ, അതായത് ഡയലോഗുകൾ കമന്റിൽ പറയൂ. എനിക്കറിയുമെന്ന് ഞാൻ വേണമെങ്കിൽ ഉത്തരം പറയാം. ഓക്കെ,
അപ്പോൾ റിസൾട്ട് പറയാമേ. 12 പോയിന്റ് നേടിയിട്ട് ജയശ്രീ ജോണാണ് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത്. 10 പോയിന്റുമായി ശ്രീദേവി നമ്പ്യാർ രണ്ടാം സ്ഥാനത്തും 9 പോയിന്റുമായി SRK അബു മൂന്നാം സ്ഥാനത്തും എത്തിയിരിക്കുന്നു. ജിഷ റെജോയ്ക്ക് 8 പോയിന്റ് ഉണ്ട്. നീനു സുബീഷിന് 4 പോയിന്റ്. ദീപ പെരുമാളിന് 3 പോയിന്റ്. വിജില സിജുവിന് 3 പോയിന്റ്. മുർഷിദ പർവീണിന് 3 പോയിന്റ്. വിമിതയ്ക്ക് 3 പോയിന്റ്. ഫായിസിന് 2 പോയിന്റ്. അജിത് രാജിന് 1 പോയിന്റ്. നിഷാദ് CMന് 6 പോയിന്റ്. രാജേന്ദ്രന് 1 പോയിന്റ്. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? നീതു വിആറിന് 2 പോയിന്റ്. ഓക്കെ, അപ്പൊ ഒന്നാം സ്ഥാനം ജയശ്രീ ജോൺ കൊണ്ടുപോയിരിക്കുന്നു 12 പോയിന്റുമായി. ശ്രീദേവി നമ്പ്യാർക്ക് 10 പോയിന്റ് രണ്ടാം സ്ഥാനം. മൂന്നാം സ്ഥാനം SRK അബുവിന് 9 പോയിന്റ്. ഓക്കെ, ബാക്കി നിങ്ങളുടെയൊക്കെ ഡയലോഗുകൾ ഞാൻ നോക്കിയിട്ട് ഞാൻ കമന്റ് ചെയ്യാം. അപ്പോൾ ഈ 1 മണിക്കൂർ സമയം നിങ്ങൾക്ക് എല്ലാവർക്കും രസകരമായിരുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങളിൽ ആർക്കെങ്കിലും നിങ്ങളുടെ ലൈവ് സെഷൻ നമ്മുടെ പേജിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 1 മണിക്കൂർ സമയം ഞായറാഴ്ചയോ ചൊവ്വാഴ്ചയോ ഉച്ചയ്ക്ക് 12 മണിക്ക് നിങ്ങൾക്ക് സ്പെയർ ചെയ്യാനുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇന്റർനെറ്റ് വളരെ ശക്തമാണെങ്കിൽ എനിക്കോ ജയശ്രീക്കോ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ഇനി ചൊവ്വാഴ്ചയാണ് ലൈവ് ഉച്ചയ്ക്ക് 12 മണിക്ക്. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. അപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നാളെ വരുമോയെന്ന് ജിഷ റജോ ചോദിക്കുന്നുണ്ട്. നാളെ വരില്ല, ഇനി ചൊവ്വാഴ്ചയുള്ളൂ. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഉച്ചയ്ക്ക് 12 മണിക്ക്. അപ്പോൾ ഇനി വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി സൺഡേ. ബൈ.